ഹലോ ഫ്രണ്ട്സ്, ഈ ടേബിൾ എൻ്റെ വീട്ടിൽ ഒരുപാട് കാലമായിട്ടുള്ളതാണ്. എനിക്കൊരു അക്വേറിയം സ്റ്റാൻഡ് ആവശ്യമായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ തോന്നിയത്, ഓക്കെ, ഈ ടേബിൾ എന്തുകൊണ്ട് ഒരു അക്വേറിയം സ്റ്റാൻഡ് ആക്കിക്കൂടാ എന്ന്. ഈ ടേബിൾ എനിക്ക് പെയിൻറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇത് ഒരുപാട് അഴുക്കായി, പിന്നെ സ്ക്രാച്ച് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇത് വാർണിഷ് ചെയ്ത ആ അഴുക്കും സ്ക്രാച്ചൊക്കെ ക്ലിയർ ആയിട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പെയിൻറ്റിലേക്ക് തന്നെ പോകാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് സാൻഡ് പേപ്പറൊക്കെ ഇട്ട് ഒന്ന് സ്മൂത്താക്കി, എന്നിട്ട് ഈ റഫായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കി. ഈ ടേബിളിൻ്റെ ടോപ്പിലാണ് എൻ്റെ 2 നാനോ ടാങ്ക് വരുന്നത്. ഒരു പ്ലാന്റഡ് ടാങ്കും ഒന്ന് ഒറാൻഡ ഗോൾഡിൻ്റെ ടാങ്കും ഉണ്ട്. ഈ 2 ടാങ്ക്സാണ് മേലെ വരിക. താഴെ വന്നിട്ടൊരു സ്റ്റാൻഡ് ബേസിൽ ബോട്ടത്തിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൽ അഡീഷണലായി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 3/4 ഇഞ്ചിൻ്റെ പ്ലൈവുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിലൊരു എക്സ്ട്രാ ലെഗ്സൊക്കെ വെച്ച് കൊടുത്തൊന്ന് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട്. സപ്പോർട്ടുണ്ട് 2 സൈഡും. കുറച്ച് ലോഡ് വരുന്നത് കൊണ്ട് എക്സ്ട്രാ ലെഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 3 ഫീറ്റ് ടാങ്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് കറൻ്റ്ലി. ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 ഫീറ്റ് ടാങ്ക് ഇല്ല. എന്തായാലും ഫ്യൂച്ചർ ഇപ്പോൾ അടുത്തായിട്ടാണ് ഞാൻ ഒരു 3 ഫീറ്റ് ടാങ്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ തൽക്കാലം ഞാൻ എൻ്റെ ജാർ അക്വേറിയം, അതേപോലെ തന്നെ ഒരു ബീറ്റയ്ക്ക് ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഹെൽപ്പിന് എൻ്റെ കസിൻ ബ്രദർ ജോഷ് ഉണ്ടായിരുന്നു കൂടെ. ഇത് പാർട്ട് 1 വീഡിയോ ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അക്വേറിയം എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തരും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.